ശ്യാമേ, നമ്മുടെ ഈ കൊല്ലത്ത് മുത്തൂറ്റ് ബാങ്കിൻ്റെ മാനേജർ പാപ്പച്ചൻ എന്ന് പറയുന്ന കസ്റ്റമറെ അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ച തുകയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തിയ സംഭവം നമ്മളെ ഞെട്ടിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സരിത എന്ന് പറയുന്ന ആ ബാങ്ക് മാനേജർ പാപ്പച്ചനെ മാത്രമല്ല ലക്ഷ്യമിട്ടിരുന്നത്, മറ്റു പലരെയും ഇതുപോലെ അറ്റാക്ക് ചെയ്യണം എന്ന് അവർ വിചാരിച്ചിരുന്നു എന്നുള്ളതാണ്. അതെ, സരിത 5 വർഷത്തെ പ്രവൃത്തി പരിചയം സരിതയ്ക്ക് അവിടെയുണ്ട്. അത് വെച്ച് അവർ പലരെയും, അതായത് ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഈ സരിത തയ്യാറാക്കിയിരുന്നു. അതിലൊരാൾ മാത്രമാണ് ഈ പാപ്പച്ചൻ എന്നാണ് ഒടുവിൽ ഇപ്പോൾ വരുന്ന വിവരം. ഈ പാപ്പച്ചനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 6 മാസമായി സരിതയും അനൂപും അനിമോനും ഹാഷിഫും അതുപോലെ മാഹീനും ഇത്രയും പേരും ചേർന്ന് പല സ്ഥലങ്ങളിൽ, എറണാകുളം ജില്ല മുതൽ കൊല്ലം ജില്ല വരെ എല്ലാ സ്ഥലങ്ങളിലും ഇവരിൽ നിന്ന് ഗൂഢാലോചന നടത്തിയിരുന്നു. ആദ്യത്തെ പ്ലാൻ പാപ്പച്ചനെ പ്രണയക്കിണയിൽപ്പെടുത്തി കൈകാര്യം ചെയ്യുക, ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുക, ഇതായിരുന്നു ആദ്യത്തെ ഒരു പറയും. പക്ഷേ ഹണി ട്രാപ്പാണ് ആദ്യം സരിത ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പാപ്പച്ചന്റെ ഈ പറയുന്ന അവരോടുള്ള പെരുമാറ്റം ഒരു മകൾക്ക് തുല്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പദ്ധതി നടപ്പാവില്ല, ഇത് നടക്കില്ല എന്ന് സരിതയ്ക്ക് ബോധ്യപ്പെട്ടു. പിന്നീടാണ് പാപ്പച്ചനെ തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കുക എന്നുള്ളത്. പക്ഷെ അതും കേസിൽ പ്രതിയാക്കപ്പെടും എന്ന് ബോധ്യപ്പെട്ടു. ഇതിന് ശേഷമാണ് സരിത പാപ്പച്ചനോട് ഫോണിൽ പലതവണ സംസാരിക്കുന്നത്. ഫോണിൽ പലതവണ സംസാരിച്ച് എവിടെ പോയി, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെ ആയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ദിനം പ്രതി അദ്ദേഹം എന്തൊക്കെ ചെയ്യും. ഒരു ദിവസം ഈ കൊല്ലം ആശ്രമം മൈതാനത്തിന്റെ സമീപത്ത് താമസിക്കുന്ന പന്തളം സ്വദേശിയായിട്ടുള്ള റിട്ടയേർഡ് BSNL ജീവനക്കാരൻ പാപ്പച്ചൻ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുമെന്ന് ഈ സരിത ദിനചര്യകൾ മനസ്സിലാക്കി. കൃത്യമായ പദ്ധതികൾ ഇവർ തയ്യാറാക്കി. പിന്നീട് ആദ്യത്തെ ഹണി ട്രാപ്പ് പൊളിഞ്ഞു, രണ്ടാമത്തെ ഭീഷണി പൊളിഞ്ഞു, മൂന്നാമതാണ് ഈ പറയുന്ന പോലെ ഇനി വെച്ചിട്ട് കാര്യമില്ല, ഇനി ഇദ്ദേഹത്തെ എന്നേക്കുമായി ഒഴിവാക്കി വിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വാഹനാപകടം ഇവർ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ വാഹനാപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ പാപ്പച്ചന്റെ ബാങ്കിലെ പണം ഇവർ തട്ടിയെടുത്തിരുന്നു. ആ പണം ഈ സരിത പലിശയ്ക്ക് കൊടുത്തിരുന്നു. ഈ തട്ടിയെടുത്ത പണം പലിശയ്ക്ക് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഏതാണ്ട് 3 മാസമായി പലിശ മേടിക്കുന്നുണ്ട് സരിത. അത് ശരി, അത് ചെറിയ കളിയല്ല ഇത് പോയത്. അപ്പോൾ പുള്ളി ബാങ്കിൽ കൊണ്ടിടാതെ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ പുള്ളി ഇപ്പോൾ ജീവനോട് ഇരുന്നേനെ, പലിശയും കിട്ടിയേനെ. അപ്പോൾ അതും വിശ്വസിക്കാൻ പറ്റില്ലോ. ഏത് ബാങ്കിൽ ഇപ്പോൾ കൊണ്ടിടാൻ പറ്റും? ഈ സാധാരണ ബാങ്കിൽ വല്ലതും കൊണ്ടുപോയി വിട്ടുകൊടുക്കാൻ പറ്റുമോ? കരുവന്നൂരത്തൊക്കെ കഥ അറിയില്ലേ? അതാണ് ഈ പറയുന്ന പോലുള്ള ബാങ്കുകളിലൊക്കെ എങ്ങനെ കൊണ്ട് ഈ FD ഇട്ട് കൊടുക്കും? പിന്നെ ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ഈ പണം കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊടുത്തത്. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പണം കൈക്കലാക്കി. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ചെക്ക് ബുക്ക് അടിച്ചെടുത്തു. ചെക്ക് ബുക്ക് അടിച്ചു മാറ്റി അത് ഇവരുടെ കയ്യിലായി. അപ്പോൾ ഈ സരിതയും അനൂപും ആണ് ഇതിൽ ആദ്യം പദ്ധതി തയ്യാറാക്കുന്നത്. ആദ്യത്തെ പദ്ധതി ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു. ഈ സരിത മാരീഡ് ആണ്. ഈ സരിതയും അനൂപും തമ്മിൽ വഴിവിട്ട രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വഴിവിട്ട രീതിയിലുള്ള ബന്ധങ്ങൾ, വഴിവിട്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ പോലീസിന് ആ ഭാഷയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷയെ നമുക്കും പറയാൻ പറ്റുള്ളൂ. അവർ ആ കേസിൽ പറയുന്ന ഭാഷയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെ ചെയ്തെറ്റുകൾ പിന്നെയാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവർ പറയുന്നു ഇവർ അത് ആദ്യം തന്നെ പാപ്പച്ചനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ പാപ്പച്ചനോട് പാപ്പച്ചന് രാവിലെ വിളിച്ചുണർത്തുന്നു. പാപ്പച്ചനെ രാത്രിയിൽ ഉറങ്ങിയോന്ന് വിളിച്ചു ചോദിക്കുന്നു, കഴിച്ചോന്ന് വിളിച്ചു ചോദിക്കുന്നു. ഇങ്ങനെ നിരന്തരം ഒരു ബാങ്ക് മാനേജർ അവരുടെ ഒരു ഇടപാടുകാരനോട് എങ്ങനെ പെരുമാറുന്നു ആ രീതിയിലല്ലാതെ ഒരു ഇടപാടുകാരൻ കഴിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ എല്ലാം സരിത അന്വേഷിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നീട് രണ്ടാമതാണ് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഇട്ടത്. അവിടെ നിന്നാണ് ഈ പറയുന്ന അനിമോൻ, മാഹീൻ, ഹാഷിഫ് ഈ 3 പേര് ഇതിന്റെ സംഘത്തിൽ അംഗമാവുന്നത്. ഇവര് ആദ്യത്തെ ഇവരുടെ പദ്ധതി കിടക്കുന്നത് തമ്മനത്തെ ഒരു ലോഡ്ജ് വെച്ചിട്ടാണ്. ഇടിച്ചു കൊന്ന ശേഷം ഇദ്ദേഹം ചെല്ലുന്നതും അവിടേക്കാണ്. ഈ അനിമോൻ വണ്ടി ഇടിച്ച് പാപ്പച്ചനെ ഗുരുതരാവസ്ഥയിലാക്കിയ ശേഷം ചെല്ലുന്നത് ആഷിഫും മാഹീനും എല്ലാം കഴിയുന്ന ഈ ലോഡ്ജിലേക്കാണ്. ഈ തമ്മനത്തെ ലോഡ്ജിലാണ് എത്തിയത്. അവിടെ എത്തിയിട്ടാണ് പിന്നീട് ഇവരെ ഈ വിവരം അറിയിക്കുന്നത്. ഇവരെ 2 കൂട്ടരും ഉപയോഗിക്കുന്ന സിം കാർഡ് വേറെയാണല്ലോ. പുതിയ സിം കാർഡുകളും ഫോണുമാണ് ഇവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. കുറെ പൈസ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സരിതയുടെ ബന്ധുക്കളുടെ
അടുത്ത വിശ്വാസമുള്ള ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. ആ അക്കൗണ്ടിലും കുറേ പണം എത്തി. എന്നിട്ട് അതിലെ കുറച്ച് പണം എടുത്തിട്ടാണ് ഈ പറയുന്ന പാപ്പച്ചനുള്ള കൊട്ടേഷൻ കൊടുത്തത്. പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് പാപ്പച്ചന് തന്നെ കൊട്ടേഷൻ കൊടുത്തു സരിത. പാപ്പച്ചനെ കൊല്ലാൻ പാപ്പച്ചന്റെ പൈസ എടുത്ത് പാപ്പച്ചനെ തന്നെ പിന്നെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനം സരിത എടുത്തു. സരിതയുടെ ഇപ്പം പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഇത് വലിയ ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുക. ഇവർക്ക് LLB ഉണ്ടല്ലേ, നിയമ ഇതുണ്ട്, LLB ഉണ്ട്. LLB എൻറോൾ ചെയ്തോന്നറിയില്ല. പിന്നെ നിയമം പഠിച്ചിട്ടുണ്ട്. നിയമം പഠിച്ചിട്ടുണ്ട്. കുരുട്ട് ബുദ്ധിയുണ്ട്. കുറുക്കന്റെ ബുദ്ധി കയ്യിലുണ്ട്. വലിയ ലിസ്റ്റാ തയ്യാറാക്കി വെച്ചിരുന്നത്. വലിയ ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. പലരെയും ടോക്കൺ നമ്പർ 1, 2, 3 എല്ലാത്തിനെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, എല്ലാത്തിനെയും എന്താ പറയാ തീർത്ത് കളയുക എന്നുള്ള ഉദ്ദേശമല്ല, പലരെയും പല രീതിയിൽ കൈകാര്യം ചെയ്യാലോ. ഇപ്പോൾ ഇവിടെ ഹണി ട്രാപ്പിൽ വീഴാത്ത പാപ്പച്ചനാണെങ്കിൽ വേറെ മറ്റാരെങ്കിലും ഹണി ട്രാപ്പിൽ വീഴുന്നവരുണ്ടായിരിക്കും. അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇടപാട് മുഴുവൻ പരിശോധിക്കണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും നാട്ടുകാരുടെ മുഴുവൻ ആവശ്യം. പോലീസ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം സിറ്റി ACPയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഈസ്റ്റ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നേരെ ആരുടെയൊക്കെ പണം തട്ടിയെടുത്തിട്ടുണ്ടോ, ആരെങ്കിലുടെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞ് ഈ സംഭവം പിടിക്കപ്പെട്ട് ഇതെല്ലാം ഇവിടെ എടുത്തപ്പോഴത്തേക്ക് 1 മാസം പിന്നെ ഈ പാപ്പച്ചനും സരിതയും തമ്മിൽ സംസാരിച്ച ഫോൺ കോളുകളുടെ എണ്ണം എടുത്ത് പോലീസ് തന്നെ അന്തം വിട്ടുപോയി. സരിതയുടെ ഭർത്താവിനെ പോലും ഇത്രയും വിളിച്ചിട്ടില്ല. പാപ്പച്ചന്റെ ഫോണിലേക്ക് സരിത വിളിച്ചതിന്റെ അത്രയും സരിത ഭർത്താവിനെ പോലും വിളിച്ചിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ കോൾ പോയിരിക്കുന്നത് ഒന്ന് പാപ്പച്ചനും ഒന്ന് ഈ പറയുന്ന അനൂപിനുമാണ്. അനൂപാണ് അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടുള്ള അനൂപും സരിതയും കൂടാണല്ലോ ഇത് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ മക്കൾ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഇത് പിന്നെ മകൾ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും തെളിയില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൾ തേടി വന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അക്കൗണ്ട് എന്നിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ മക്കളെ പറഞ്ഞ് എതിരാക്കി സരിത. മക്കളോടുള്ള ഒരു കാരണവശാലും മക്കളുമായി ഇനി പാപ്പച്ചൻ സംസാരിക്കാൻ പാടില്ല. പാപ്പച്ചൻ അകന്നു കഴിയുന്ന ആളാണ്, മക്കളുമായിട്ട് അകന്നു കഴിയുന്ന ആളാണ്. അപ്പോൾ പാപ്പച്ചനിൽ നിന്നും അദ്ദേഹത്തിനോട് മക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് സരിത മനസ്സിലാക്കി. ആ ആറ്റിറ്റ്യൂഡ്, ആ അകൽച്ച മനസ്സിലാക്കിയ സരിത കൂടുതൽ അകലാനുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്തു. കൂടുതൽ അകലുക, കൂടുതൽ എന്താ പറയുക, ഒരു കാരണവശാലും ഈ മക്കളെ ഇനി പാപ്പച്ചൻ സംസാരിക്കാനോ പാടില്ല. അത് മാത്രമല്ല, മക്കളോ ബന്ധുക്കളോ ആരും അറിയരുത് ഇങ്ങനൊരു നിക്ഷേപം ഉണ്ടെന്ന് ആരും അറിയരുത്. അത് അപകടം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇത്രയും വലിയൊരു നിക്ഷേപം തൻ്റെ പേരിലുണ്ട് എന്നുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനായിട്ടുള്ള പാപ്പച്ചനോട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പാപ്പച്ചൻ ശരിയാ, അങ്ങനെ ശരിയാണെന്ന് തോന്നില്ല. ഒരു ബാങ്ക് മാനേജറല്ലേ പറഞ്ഞു കൊടുത്തത്. ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ശരിയാണെന്ന് പാപ്പച്ചനും തോന്നി. പാപ്പച്ചനും ആരോടും പറയാൻ പോയില്ല. പക്ഷേ ഇത് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ഇദ്ദേഹത്തിന് ഒരു നിക്ഷേപം ഉണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ ഈ പറയുന്ന പാപ്പച്ചൻ്റെ വീട്ടിൽ നിന്നും മകൾക്ക് കിട്ടിയപ്പോഴാണ് മകൾ ഇതെടുത്ത് നോക്കിയപ്പോൾ ഇത്രയും വലിയ ഇത്രയും തുകയുണ്ട്. തുക വന്ന് നോക്കുമ്പോൾ, ബാങ്കിൽ വന്ന് നോക്കുമ്പോൾ തുക എവിടെ ഇല്ല. തുകയിൽ ഭൂരിഭാഗവും സരിത അടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് അവർ കൊണ്ടുവന്ന് പോലീസിൽ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. കമ്മീഷണർ ഇത് ഈസ്റ്റ് പോലീസിന് കൈമാറി. ഈസ്റ്റ് പോലീസ് വന്ന് നോക്കിയപ്പോൾ എന്തുവാ, പാപ്പച്ചൻ്റെ ഒപ്പൊക്കെ സരിതയായിട്ടേക്കുന്നത്. പാപ്പച്ചൻ്റെ ഒപ്പ് വരെ പഠിച്ചു വെച്ചു. ഒപ്പെല്ലാം പഠിച്ചു വെച്ച് സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാ പേപ്പറിലും സൈൻ ചെയ്തിട്ടില്ല. ആവശ്യമുള്ള പൈസ അത്യാവശ്യം വിഡ്രോ ചെയ്യേണ്ട ഇതിനകത്ത് മാത്രം സൈൻ ചെയ്ത് വെച്ചു കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന എഴുത്തുകുത്തുകളൊന്നും കംപ്ലീറ്റ് അല്ല. അപ്പോൾ അക്കൗണ്ടിനെ ആദ്യം പിടിച്ചത്. അവനെ പിടിച്ചതിന് ശേഷമാണ് അപ്പോൾ മാനേജർ അറിയാതെ ഈ പണം പുറത്തു പോവില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് സരിതയും കൂടെ തൂക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വലിയ ലിസ്റ്റ് ഇപ്പോൾ പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ ടോക്കൺ നമ്പറിൽ എത്ര പേരുണ്ടെന്ന് ടോക്കൺ കൊടുക്കാതിരുന്നത്. ഇവർ ഈ തെളിവെടുപ്പ് എങ്ങനെയാണ് ഇപ്പം നിലവിൽ? എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും കൊണ്ട് ഇവർ തെളിവെടുത്തിട്ടുണ്ട്. ഇവർ കൊച്ചിയിൽ ഉൾപ്പെടെ താമസിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. അതെ, പോലീസിനിപ്പോൾ ഒരു വലിയ പണിയായിട്ടിരിക്കുകയാണ്. ഒരാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ, ഏതാണ്ട് 6 മാസമായി പല സ്ഥലങ്ങളിൽ ഇവരെല്ലാവരുടെ റൂം എടുത്ത് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. 6 മാസമായിട്ട് ഇതിന്റെ ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ഓടി കിടന്ന് തെളിവെടുക്കുകയാണ്. ഇന്നലെ തമ്മനത്തായിരുന്നു. ഇന്നലെ തമ്മനത്തൊക്കെ ആയിരുന്നു തെളിവെടുപ്പ്. ഇന്നിപ്പം ഈ പറഞ്ഞ സംഭവം നടന്ന സ്പോട്ടിൽ ആശ്രാമത്തൊക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പും പരിപാടികളും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരും. ഇവിടെയും എന്താ പറയുക, ട്രിവാൻഡ്രത്തും ഉണ്ട്. ട്രിവാൻഡ്രത്ത് പിന്നെ കഴക്കൂട്ടത്ത് താമസിച്ചിട്ടുണ്ട്. അത് പിന്നെ അനൂപും സരിതയും കൂടാണ് താമസിച്ച് ഈ പദ്ധതി, ഇത് ആദ്യഘട്ടത്തിലെ പദ്ധതികളായിരുന്നു. കഴക്കൂട്ടത്ത് താമസിച്ചുകൊണ്ട് നടപ്പാക്കിയത്. ഓടി നടന്ന് പദ്ധതി തയ്യാറാക്കുമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത്, പോലീസ് പറയുന്നത്
ഈ ഇദ്ദേഹത്തിനെ മാത്രമാണോ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനോട് പിന്നെ സരിത പ്രതികരിക്കുന്നില്ല. വലിയ ലിസ്റ്റ് ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി, വലിയ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഈ ഗൂഢാലോചന മുഴുവൻ പിന്നെ ഇതിനു വേണ്ടി മാത്രമായിരിക്കണമെന്നില്ല, പാപ്പച്ചൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കണമെന്നില്ല, മറ്റുള്ളവരെയും എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇങ്ങനെ ഫണ്ട് കൊണ്ടിടുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു പിന്നെ ഇതാണ് ഒരു പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഇത്. ഒരു ബാങ്ക് മാനേജർ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഇടപാടുകാരനിൽ നിന്നും പണം തട്ടുന്നതിന് വേണ്ടി അയാളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുക എന്ന ഒരു കാര്യം അവർ നടപ്പാക്കുക. ഇപ്പോൾ പുറത്തു വന്നത് ഇതായിരിക്കും, ചില പറയാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴേ ഒരു ഒടുവിൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തു വരട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി.